ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു അന്യനെ കുറിച്ചാണ്. നീ എന്താ ഈ കത്തി വേഷത്തില്? ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ വല്ലതും ഉണ്ടോ? നന്നായിട്ട് ചേരുന്നുണ്ട്. എന്റെ ഒരു വേഷമേ നീ കണ്ടിട്ടുള്ളൂ. താമസിയാതെ പല വേഷങ്ങളും നിനക്ക് കാണാം. എന്നാ നീ ദിവസം ഓരോന്ന് ഇട്ടോണ്ട് വാ, ഞാൻ ഇവിടെ നിന്ന് മാർക്കിടാം. പടം തുടങ്ങുന്ന കുറച്ച് കിളവന്മാരായിട്ടുള്ള MGR ഫാൻസിന് കാട്ടിയിട്ടാണ്. MGR സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുക. അപ്പൊ ഉമ്മാരൊക്കെ കാണാൻ പോകാൻ പറ്റില്ല. അപ്പൊ അവിടെ തിയേറ്ററിൽ പോയിട്ട് ആളുടെ പഴയ പടം അവരിട്ടിട്ട് അത് കണ്ട് വൈബ് ചെയ്യും. எல்லாரும் பாக்கு என் அண்ணன் மேல எனக்கு எவ்வளவு பாசம் இருக்குன்னு. പിന്നെ ഈ സിനിമ കാണാൻ വന്ന ഇയാളുടെ മോന്റെ ഭാര്യ പ്രഗ്നന്റ്. എന്നിട്ട് ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോയിട്ട് അവരെ കാണാണ്ട് ഇങ്ങനെ സിനിമയും കണ്ട് ഇവിടെ വെറുതെ ഇരിക്കുക. പേടിക്കണ്ട, ഇതൊരു തരം ചിത്തഭ്രമമാണ്, ഒരു തരം ഭ്രാന്ത്. പിന്നെ അവിടെയുള്ള ഒരാൾ MGR ഡെഡായി ഇവരോട് പറയും. അപ്പൊ ഈ കിളവന്മാരായിട്ടുള്ള ഫാൻസോളികൾ കിടന്ന് കരയും. ഈ മീശി വെച്ചിന് കരയിലട കഴുതേ, വെള്ളം വീണ് വീണ് ഇനി അത് വളരും. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പേരക്കുട്ടീനെ കാണാൻ ഹോസ്പിറ്റലിൽ പോകും. എന്നിട്ട് കൊച്ചിന്റെ കാലിന്റെ അവിടെ ഒരു കാക്കപ്പുള്ളി കാണും. അത് കാണുമ്പോ തന്നെ കിളവൻ MGR മരിച്ച ദിവസം തന്നെ അവൻ ജനിച്ച. അപ്പൊ ഇവനാണ് പുതിയ MGR എന്ന് മോനോട് പോയി പറയും. അതിശയം തോന്നുന്നു. ഇത് വെറും അതിശയമല്ല, മഹാതിശയമാണ്. നിനക്ക് തലയ്ക്കല്ല സുഖട്ടോ. പിന്നെ ആ ചെക്കൻ വളർന്ന് വലുതാവും. പിന്നെ അവനൊരു ലോട്ടറി എടുത്തിട്ട് സെക്കൻഡ് പ്രൈസ് അടിക്കും. എന്നിട്ട് അപ്പൂപ്പന്റെ അടുത്ത് കൊണ്ടുപോകുമ്പോ അപ്പൂപ്പൻ നമ്മ അധ്വാനിക്കുന്ന പൈസ മാത്രം എടുക്കാൻ പാടുള്ളൂ എന്നാണ് MGR പറഞ്ഞെന്ന് പറഞ്ഞിട്ട് മൂപ്പര് ആ ലോട്ടറി കീറും. ഇന്നത്തെ കേരള അതെന്താ നാളെ കേരളം ഇല്ലേ? തനിക്കൊക്കെ എന്തിന്റെ കേടാടോ? ആ പാവത്തിനെ ചീത്ത പറയല്ലേ, ഇവിടെ ചവിട്ടിക്കൂട്ടി കുഴക്കും ഞാൻ അവന്റെ അമ്മയുടെ കോമൺ സെൻസ്. പിന്നെ കിളവൻ ഇവനോടൊരു പോലീസുകാരനാവാൻ പറയും. പിന്നെ അവൻ വലുതായിട്ട് ഒരു കൈക്കൂലി വീരനായിട്ടുള്ള ഒരു പോലീസുകാരനാവും. പിന്നെ അവൻ ചെക്കൊക്കെയുള്ള കാക്കിയൊക്കെ ഇടുള്ളൂ. പുതിയ സ്റ്റൈലാ, പുതിയ ഫ്ലാഷ്. ഇപ്പോഴത്തെ പിള്ളേരുടെ ഓരോരോ കാര്യങ്ങള് കൊള്ളാവണ മക്കളെ. പിന്നെ ഇവരുടെ പഞ്ചായത്തിൽ MGRന്റെ ഡ്രസ്സ് ഇട്ട് കുതിരപ്പുറത്ത് നടക്കുന്ന ഒരാളുണ്ട്. അല്ല, ഇയാളെ ഞാൻ എവിടെയോ കണ്ടിട്ടില്ല. ഇദ്ദേഹത്തിന് മാനസിക രോഗം. ഒരു മാറ്റവും ഇല്ലല്ലോ. പിന്നെ കൈക്കൂലി വാങ്ങിയതിന് നമ്മുടെ ചെക്കണ്ണന് സസ്പെൻഷൻ കിട്ടും. എന്നിട്ട് ന്യൂസ് പേപ്പറിൽ അതൊരു വാർത്തയൊക്കെ ആയിട്ട് വരും. എന്നിട്ട് ആ കിളവന് ഈ കാര്യം അറിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ആളുടെ കണ്ണാട അവനെ മാറ്റി വെക്കും. അല്ല, നാട്ടിലുള്ള ആൾക്കാർ ഈ കിളവനോട് പറയില്ലേ ഇവന് സസ്പെൻഷൻ കിട്ടിയെന്ന്. പിന്നെ കണ്ണാട മാറ്റി വെച്ചിട്ട് എന്താ കാര്യം? ഇതൊരു കാര്യം മറ്റേ അടുത്ത് ഐഡിയ ആയിപ്പോയി. പൊട്ടന്ന ലോക പൊട്ടനാണ്. പിന്നെ രാത്രി ഒരു വൈബ് ചെയ്യാനായിട്ട് പുറത്തു പോകുമ്പോ ഒരു പെണ്ണിനെ കാണും. എന്താണ്? ഒന്നുമില്ലേ, ഒരു ഭൂതം. അയ്യോ പേടിക്കണ്ട. പിന്നെ ഇവളെ കാണുമ്പോ തന്നെ നമ്മുടെ ചെക്കണ്ണന് ക്രഷ് അടിക്കും. പക്ഷെ അല്പം പ്രായം കുറവുണ്ട്. എന്ത്? അത് ചിലപ്പോ നമ്മളെക്കാൾ ഒരു 10 വയസ്സ് കുറവുണ്ടായിരിക്കും. 5 വർഷം കഴിഞ്ഞാൽ പിന്നെ 5 വയസ്സിന് വ്യത്യാസമല്ലേ ഉള്ളൂ. അത് സാരില്ല. അത് ശരിയാ, 10 വർഷം കഴിഞ്ഞാൽ സെയിം ഏജ്. അപ്പൊ ഓക്കെ. അത് കഴിഞ്ഞിട്ട് അവിടെ വെച്ചിട്ട് ഒരു കാറ് വന്ന് ബൈക്കും മേടിക്കും. അങ്ങനെ ബൈക്കുകാരൻ പടാവും. എന്നിട്ട് ചെക്കണ്ണൻ ആ കാറിലുള്ള പെണ്ണിനെയും കൊണ്ട് ആശുപത്രിയിൽ പോവും. അപ്പൊ അങ്ങോട്ട് കട്ടപ്പ വരും. കൊട്ടത്തലയൻ കുട്ടപ്പൻ കൊട്ടയുമായി വരുന്നുണ്ടേ, കൊട്ടയിൽ നിറയെ മുട്ടയുമായി ഓടി നടക്കും കുട്ടപ്പൻ. നിർത്തിയങ്ങ് അവമാനിക്കുവാണ്. പിന്നെ കട്ടപ്പയുടെ മോളെ കൊലക്കേസിൽ നിന്ന് ചെക്കണ്ണ രക്ഷിച്ച കാരണം ആളുടെ സസ്പെൻഷൻ ക്യാൻസൽ ചെയ്യും. ജീവനോടുകൂടി തിരിച്ചു വന്ന വിവരം സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് കട്ടപ്പയുടെ ആള് നമ്മുടെ ചെക്കണ്ണനെ വിളിക്കും. കട്ടപ്പയുടെ മോളാണ് ഒരു ബൈക്കുകാരനെ ഇടിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു പെണ്ണ് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അവൾ പോയി അന്വേഷിക്കാൻ പറയും. എന്നിട്ട് നമ്മുടെ ചെക്കണ്ണൻ അവളുടെ അടുത്തേക്ക് പോകും. അപ്പൊ അവള് പറയും, ഞാൻ മന്ത്രവാദിയാണ്, നിന്റെ കൈമ തൊട്ടാ നിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞുതരാന്ന് പറയും. അങ്ങനെ കഴിവൊക്കെ ഉണ്ടെങ്കിൽ സിനിമേനെ കുറിച്ചൊന്ന് പ്രെഡിക്റ്റ് ചെയ്യോ ചേച്ചി? പിന്നെന്താ, വിത്ത് പ്ലഷർ. പൊട്ടിത്തെറിക്കാൻ പോവാണല്ലേ. അടിപൊളി അടിപൊളി, നമ്മളാണ് ശരിക്കും വിശ്വാസം അല്ലേ? അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചെക്കണ്ണൻ കുറച്ച് ഹാക്കർമാരെ അയച്ചു കൊടുത്ത ഒരു മഞ്ഞപ്പീത്തം പിടിച്ച പോലത്തെ വീഡിയോ ഇരുന്ന് കാണും. മഞ്ഞ 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 ബൾബുകൾ മിന്നി 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 കത്തുമ്പോ. സംഭവം തെറ്റാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കട്ടപ്പ ഒരു സ്ഥലത്ത് ഷൂട്ട് ഔട്ട് നടത്താൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആ പ്ലാൻ ആ ഹാക്കർമാർ ഹാക്ക് ചെയ്തിട്ട് അത് ന്യൂസുകാർക്ക് അയച്ചു കൊടുത്തു. നീ അറിഞ്ഞ ഞാൻ പെട്ടു. അത് കഴിഞ്ഞിട്ട് കട്ടപ്പ ഹാക്കർമാരെ പിടിക്കാനായിട്ട് ചെക്കണ്ണനോട് പറയും. ചെക്കണ്ണൻ എന്നിട്ട് അവന്മാരെയൊക്കെ പിടിക്കും. അത് കഴിഞ്ഞിട്ട് ചെക്കണ്ണന് ഒരു കോള് വരും. ആ കിളവന് കണ്ണാട കിട്ടിയിട്ട് ആ ന്യൂസ് പേപ്പർ വായിച്ചിട്ട് വടിയായി അറിയും.
പിന്നെ ഇയാള് വടിയായി എന്ന് പറഞ്ഞിട്ട് തമിഴ്നാട്ടിലുള്ള ആൾക്കാർ MGRന്റെ ലുക്കിൽ ഒരു ജാഥ നടത്തും. എന്തോന്നൊക്കെയാണ് കാണിക്കണേ. ഇവനൊക്കെ പാലിനകത്ത് പാറ്റ ഗുളിക കലക്കി കൊടുക്കാൻ ഇവിടെ ആരും ഇല്ലടാ. ഇവന്റെയൊക്കെ കോപ്രായം കണ്ട നമ്മ ചോര ഛർദിക്കും. എന്തെങ്കിലും ആവട്ടെ, കിളവൻ ചത്തല്ലോ, ഇനി വെറുപ്പിക്കല് സഹിക്കണ്ടെന്നൊക്കെ വിചാരിച്ച് ഞാൻ ഇരിക്കുന്ന സമയത്ത് അങ്ങേര് പ്രേതായിട്ട് വന്നേക്കണ അങ്ങട്. അല്ല, ഇയാൾ തന്നെയല്ലേ മറ്റേ ചട്നി കട പെട്ടിക്കട എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പടത്തിൽ ചത്തിട്ട് പ്രേതായിട്ട് വന്നിട്ട് വീണ്ടും വെറുപ്പിച്ചേക്കുന്നത്? സംശയിക്കണ്ട, എല്ലാം ഞാൻ തന്നെ. ഗബ്ബാർ കേശവൻ, വിവിധ രൂപങ്ങളിൽ വിവിധ ഭാവങ്ങളിൽ. പിന്നെ അവിടെ വെച്ചിട്ട് ചെക്കണ്ണിന് പ്രേതം പിടിച്ചിട്ട് പോലീസുകാർ പിടിച്ച ഹാക്കർമാരെ അവരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കാനായിട്ട് പോവും. നീ തീർന്നടാ, നീ തീർന്നു. ഇത്ര അഹങ്കാരം പാടില്ലടാ. പിന്നെ മോർണിംഗ് ആകുമ്പോൾ രാത്രി നടന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ചെക്കണ്ണും മറക്കും. എന്നിട്ട് ഇവന്റെ തല്ലുകൊണ്ട പോലീസുകാർ വന്നിട്ട് രാത്രി ഞങ്ങൾ ഒരാളെ തല്ലിയിടാ, ഞങ്ങൾക്ക് ആരാന്ന് മനസ്സിലായില്ല എന്ന് പറയും. നിങ്ങൾ ചോദിക്കും കണ്ണിലൊരു തുണി കിട്ടിയെന്ന് വെച്ചിട്ട് പോലീസുകാർക്ക് എന്താ ഇവനാണെന്ന് മനസ്സിലാവാത്തേന്ന്. കാരണം ഇതൊരു പേട്ടപ്പടാണ്. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് കട്ടപ്പ നമ്മുടെ ചെക്കണ്ണൻ്റെ അടുത്ത് വന്നിട്ട് ആ മുഖം മൂടിയും ഹാക്കർമാരും പിടിക്കാൻ പറയും. പിന്നെ മൂപ്പരെങ്ങനെ എത്ര റിച്ച് ആയെന്നുള്ളതിന്റെ ഫ്ലാഷ് ബാക്ക് നമ്മുടെ ചെക്കണ്ണനോട് പറയും. ഇവിടം വരെ എത്താൻ വേണ്ടി ഞാൻ എന്തെല്ലാം ചെയ്തിട്ടുണ്ടെന്ന് അറിയോ ഈ കൈ കൊണ്ട്? വാസുട്ടാ ഇതല്ല. ഫ്ലാഷ് ബാക്ക് എന്നിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കട്ടപ്പയ്ക്ക് ഒരു റിച്ച് ആയിട്ടുള്ള ചേട്ടനുണ്ട്. മൂപ്പര് വാലന്റൈൻസ് ഡേയുടെ അന്ന് താഴെയുള്ള ആൻറ്റിമാരായിട്ട് ചില്ല ചെയ്യുന്നത് നമ്മുടെ സിംഗിൾ ആയിട്ടുള്ള കട്ടപ്പ അത് കാണുമ്പോൾ എന്റെ കട്ടപ്പ മോളിൽ നിന്ന് ഒരു അമ്മിക്കല്ല് എടുത്തിട്ട് മൂപ്പരുടെ മെത്തറിയും. അങ്ങനെ നമ്മുടെ കട്ടപ്പ റിച്ച് ആവും. പിന്നെ മനപ്പുറം ഒരു മനസുഖം. പിന്നെ നമ്മുടെ ചെക്കണ്ണൻ ക്രഷിനെ കാണാനായിട്ട് പോവും. പിന്നെ ഇവള് വിനും കൊണ്ട് ഒരു പ്രാന്താശുപത്രി പോവും. പിന്നെ അന്യന്റെ ഒരു 144P അവിടെ വെച്ച് നടത്തും. ഡോക്ടർ നമസ്കാരം. ഇങ്ങേരെ എന്നിട്ട് MGRനെ കുറെ നേരം ഇമിറ്റേറ്റ് ചെയ്യും. അത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത് സത്യനെ നമ്മുടെ അടിമാലി ഇമിറ്റേറ്റ് ചെയ്യുന്നതാ. പിന്നെ നമ്മുടെ ചെക്കണ്ണൻ ഹാക്കർമാരുള്ള സ്ഥലത്തേക്ക് പോവും. എന്നിട്ട് അവിടെ അന്യന്റെ ഒരു സ്പൂഫ് നടത്തും. നിനക്കൊന്നും പറ്റിയില്ലല്ലോ. டேய் டினி டோமினை பார்த்துருக்கேன், அடிமாலியை பார்த்துருக்கேன், அலின் ஜோஸ் பெரேரை பார்த்துருக்கேன். அண்ணா உன்ன மாதிரி ஒரு அபராதத்தை இதுக்கு முன்னாடி ഞാൻ பார்த்ததே ഇല്ലടാ. അത് കഴിഞ്ഞിട്ട് ഇവന്റെ ക്രഷ് ആ മുഖംമുടി വെച്ച ആള് രാത്രി വന്നിട്ടുണ്ടെന്ന് ചുമ്മാ പോലീസുകാരുടെ അടുത്ത് പോയി പറയും. എന്നിട്ട് പോലീസുകാർ അവളെ ട്രാപ്പ് ചെയ്യും. അപ്പൊ അങ്ങോട്ട് രക്ഷിക്കാനായിട്ട് നമ്മുടെ ചെക്കണ്ണൻ വരും. ഞാൻ ഇങ്ങനെ എല്ലാരെയും രക്ഷപ്പെടുത്തും, നിന്നെ ഞാൻ രക്ഷപ്പെടുത്തും. അത് കഴിഞ്ഞിട്ട് പോലീസുകാർക്ക് ഇവനോട് സംശയം തോന്നിട്ട് ഇവന്റെ ഫിംഗർ പ്രിന്റ് ചെക്ക് ചെയ്യാനായിട്ട് ഫോറൻസിക്ക് കൊണ്ടുപോകും. എന്നിട്ട് അവിടെ വെച്ചിട്ട് ഇവൻ ഒരു വൈഫൈ പാസ്വേഡ് അവിടുത്തെ ഓഫീസറിനോട് ചോദിക്കും. അപ്പം എന്നാ ഓഫീസർ വൈഫൈ പാസ്വേഡ് കൊടുക്കും. എന്നിട്ട് ഇവന്റെ ഹാക്കർമാർ ഹാക്ക് ചെയ്തിട്ട് ആ റിസൾട്ട് മാറ്റും. അപ്പം നിങ്ങൾ ചോദിക്കും ഒരു ഒഫീഷ്യൽ പാസ്വേഡ് എങ്ങനെയാണ് ഒരു കള്ളന് പറഞ്ഞു കൊടുക്കണേന്ന്. കാരണം ഇവനൊരു പേട്ട ഓഫീസറാണ്. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാവും. സ്വാഭാവികം. പിന്നെ ഇവൻ ക്രഷിനെയും കൊണ്ട് ഡാൻസ് കളിക്കാനായിട്ട് പോവും. അത് കഴിഞ്ഞിട്ട് മറ്റേ ഹാക്കർമാര് കട്ടപ്പേടിയും അവിടുത്തെ മന്ത്രിയുടെ ഉടായ്പ പരിപാടികളൊക്കെ കണ്ടുപിടിച്ചിട്ട് അത് ന്യൂസുകാർ കയറ്റി കൊടുക്കും. എന്നിട്ട് കലിപ്പായിട്ട് കട്ടപ്പ അവരാളെ വിട്ട് തല്ലിക്കും. ആ പുറകിന്ന് കുത്തി കട്ടപ്പയുടെ ആള് തന്നെ. എന്നാലും ഞാൻ പഠിപ്പിച്ചതൊന്നും നീ മറന്നില്ലല്ലോ, അത് മതി. അങ്ങനെ നമ്മുടെ ചെക്കണ്ണൻ തമിഴ്നാട്ടിനെ മൊത്തം രക്ഷിച്ചിട്ട് ഒരു അവാർഡൊക്കെ കിട്ടും. ഇതെന്തും മറിമായും എനിക്ക് ഭ്രാന്തായി പോയതാണ്, അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായ. അങ്ങനെ പടം കഴിഞ്ഞു.